80 ലക്ഷമാണ് നമ്മുടെ പ്രവാസികളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവിടെ ഇപ്പം യുഎഇയിലാണെങ്കിൽ 10-30 ലക്ഷത്തിലധികം മനുഷ്യരുണ്ട്. കുവൈത്തിൽ 11 ലക്ഷത്തോളം ആളുകളുണ്ട്. കുവൈത്തിലെ അവിടുത്തെ അവരുടെ സ്വദേശീയരുടെ ആകെ കണക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 1 മില്യൺ അടുത്ത് മാത്രം വരുന്നതാണ്. അവിടെയാണ് ഏറെക്കുറെ അത്രയും തന്നെ നമ്മളുടെയും പോപ്പുലേഷൻ ഉണ്ടാകുന്നത്, ഈ പ്രവാസികളുടെ പോപ്പുലേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അറബ് മേഖലയാകെ വലിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഉറപ്പിച്ചിരിക്കാൻ കഴിയാത്തത്ര ആദിയും ആകുലതയുമുണ്ട്. കേരളത്തിലെ ഓരോ വീട്ടിലും വലിയ തോതിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പ്രവാസികളായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം എന്താണ് ലോകത്ത് നടക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഏറ്റവും ആദ്യം വേണ്ട തിരിച്ചറിവ് എന്ന് പറയുന്നത് വാർ ഇസ് നോട്ട് ആൻ ആൻസർ എന്നുള്ളതാണ്. അത് ലോകം തിരിച്ചറിയുന്നിടത്ത് മാത്രമേ ഇത്തരം കാഴ്ചകളിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ സ്മൃതി മാഡം നേരത്തെ പറഞ്ഞതുപോലെ, ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ, നമ്മൾ മിനാബിലെ കുഞ്ഞുങ്ങളെ കണ്ടു. അവരുടെ ചോര പുരണ്ട ബാഗുകൾ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. 148 കുട്ടികളെയാണ് നഷ്ടപ്പെട്ടത്. ലോകക്രമത്തിൽ ഏതു കാലത്തും ചരിത്രത്തും യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 2 ഉത്തരവാദികളേ ഉള്ളൂ. ഒന്ന് കുഞ്ഞുങ്ങൾ, ഒന്ന് സ്ത്രീകൾ. അതിനെതിരെ മാത്രമാണ് ആദ്യം യുദ്ധമുണ്ടായത്. ഇന്നലെ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നമുക്ക് ആയിലൻ കുർദിയെ ഓർമ്മയുണ്ടാകുമല്ലോ. ഒരു പതിറ്റാണ്ടിന് മുമ്പാണ് നമ്മൾ ഒരു ചുവന്ന ടീഷർട്ടും ഒരു നീല ഒരു ഷോർട്ട്സും ഇട്ടിട്ട് ഒരു സിറിയൻ അഭയാർത്ഥി കുഞ്ഞിനെ നമ്മൾ കണ്ടത്. മറക്കാൻ കഴിയുമോ നമുക്ക് ജീവിതത്തിൽ? അതുപോലെ മറക്കാൻ കഴിയാത്തൊരു ചിത്രമാണ് നമുക്ക് ഈ യുദ്ധവും നൽകിയത്. കൂട്ടിവെച്ചിരിക്കുന്ന സ്കൂൾ ബാഗുകളുടെ, ചോര പുരണ്ട സ്കൂൾ ബാഗുകളുടെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ജീവിതകാലത്തോ അതിനുശേഷമോ ചരിത്രമോ മറക്കാത്ത ഒന്ന് തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പോപ്പ് ലിയോ പറഞ്ഞതുപോലെ ആയുധം കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന സമാധാനം ലോകത്തുണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവാൻ പോവുകയുമില്ല. കണ്ണിനു കണ്ണ് എന്ന ഒരു സമവാക്യം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ലോകത്ത് അന്ധന്മാർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്, യുദ്ധങ്ങൾ നമുക്ക് നൽകുന്ന ചിത്രം എന്ന് പറയുന്നത്.